പരാജയം ഏറ്റുവാങ്ങാൻ ശേഷിയില്ലാത്തതാണ് വിജയം നേടാനും നിലനിർത്താനും കഴിയാതെ പോകുന്നതിന്റെയും ആത്മഹത്യയിലേക്ക് പോലും നയിക്കപ്പെടുന്നതിന്റെയും കാരണം. ഇതിന് പരിഹാരമായി ഒരു മനസ്സിലാക്കൽ തലം, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഉണ്ടായിരുന്നാൽ മതി. വിജയകരമായ സക്സസ്ഫുൾ ആയ ജീവിതം നയിച്ച ഏതൊരു വ്യക്തിയും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല പരാജയങ്ങൾ, റിജക്ഷനുകൾ, തഴയലുകൾ, തിരസ്കാരങ്ങൾ, പരിഹാസങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകും എന്ന യാഥാർത്ഥ്യമാണത്. പരാജയപ്പെടാൻ മനസ്സില്ലാത്തവർക്ക് വിജയിക്കാനും കഴിയില്ല എന്നതാണ് ലോക യാഥാർത്ഥ്യം. കാരണം വിജയം എന്നത് ഗ്യാരണ്ടിയുള്ള ഒരു കാര്യമേ അല്ല. നിസാരമായൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് പോലും പരാജയപ്പെടാനുള്ള സാധ്യതയുമുണ്ടല്ലോ. നോ ഗ്യാരണ്ടി. വിജയ സാധ്യതയുള്ള ഒരു കാര്യത്തിന് പിന്നിൽ പരാജയ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പരാജയപ്പെടാനും മനസ്സുള്ളവർക്ക് മാത്രമേ, ചെറുതോ വലുതോ ആയ പരാജയങ്ങൾ പോലും പലപ്പോഴും ഏറ്റുവാങ്ങാൻ മനസ്സുള്ളവർക്ക് മാത്രമേ ജീവിതം എന്ന ഫുൾ പ്രോസസ് വിജയകരമായി നടപ്പാക്കാൻ കഴിയൂ. നിർഭാഗ്യവശാൽ കുട്ടിക്കാലം മുതൽ വിജയങ്ങൾ മാത്രം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പരാജയം എന്നത് എന്തോ മോശം കാര്യം പോലെയും, എന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം പോലെയും കേട്ടു വളരുന്നതും അത്തരമൊരു ചിന്താഗതി ഏറ്റുവാങ്ങി വളരേണ്ടി വരുന്നതുമാണ് ആത്മഹത്യയിലേക്ക് പോലും നയിക്കപ്പെടുന്ന മാനസികാവസ്ഥയുടെ കാരണം. പലവട്ടം വീഴാതെ നടക്കാൻ പഠിച്ച ഒരാളും ലോക ചരിത്രത്തിലില്ല. പലവട്ടം പരാജയങ്ങളും തിരിച്ചടികളും ഏറ്റുവാങ്ങാതെ ജീവിത വിജയവും സാമ്പത്തിക വിജയവും നേടിയ ഒരാളും ചരിത്രത്തിലില്ല. ഇത് പറയുമ്പോൾ ചിലരെങ്കിലും ഒരു തർക്കവാദം ഉന്നയിച്ചേക്കാം, അങ്ങനെ അല്ലാതെയും ഉണ്ടായിക്കൂടെ, ചിലരുടെയെങ്കിലും ജീവിതം അങ്ങനെ അല്ലാതായിക്കൂടെ എന്നുള്ളത്. സാധ്യത വളരെ കുറവാണ്. കാരണം നാം കാണാത്ത, നാം അറിയാത്ത, അവർ വെളിപ്പെടുത്താത്ത അവരുടെ പല ജീവിത മേഖലകളിലും പലവട്ടം പരാജയങ്ങളും തിരിച്ചടികളും ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം. അബ്രഹാം ലിങ്കന്റെ യൗവനം മുഴുവൻ പരാജയ പരമ്പരകൾ തന്നെയായിരുന്നു. അതുപോലെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം. അത് നിങ്ങൾക്കും അറിയുന്നത് തന്നെയാകും. തന്റെ 62-ാം വയസ്സിൽ പുതിയൊരു ബിസിനസ് സംരംഭവുമായി ഇറങ്ങി തിരിച്ച കേണൽ സാൻഡേഴ്സൺ പുതിയൊരു ചിക്കൻ വിഭവവുമായി അദ്ദേഹം കടകൾ തോറും ഇതൊന്ന് വിൽക്കാൻ വെക്കാമോ എന്ന് ചോദിച്ച് കയറി ഇറങ്ങി. 1009 കടകളിൽ അദ്ദേഹം റിജക്ട് ചെയ്യപ്പെട്ടു. 1009 കടകളിൽ അതൊന്നും നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. 1009 കടകൾ കയറി ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ടോ കഴിയുന്ന ഒരു കാര്യമല്ല അത്. കാരണം ഒരു ഗ്രാമത്തിൽ 4-5 റെസ്റ്റോറന്റുകളോ ഷോപ്പുകളായിരിക്കും, ഇത്തരം കാര്യങ്ങൾ വിൽക്കുന്ന 4-5 ഷോപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പല ഗ്രാമങ്ങൾ, പല നഗരങ്ങൾ താണ്ടി 1009 കടകൾ ആഴ്ചകളോ മാസങ്ങളോ ആയിട്ടുണ്ടാകാം. ഏതായാലും 1009 കടകളിൽ തിരസ്കരിക്കപ്പെട്ടിട്ടും ഇദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ആ ചിക്കൻ റെസിപ്പിയുമായി ഈ അന്വേഷണം ആരംഭിച്ചു. റിജക്ഷൻ, എല്ലാ ദിവസവും റിജക്ഷൻ, തള്ളിക്കളയൽ. പക്ഷേ 1010ാമത്തെ കടയിലാണ് അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞത്. നോക്കുകയും അദ്ദേഹത്തിന് ആ ടേസ്റ്റ് ഇഷ്ടമാവുകയും എന്താണ് നിങ്ങളുടെ ഈ വിഭവത്തിന്റെ പേരെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ അപ്പം പേരൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ നാട് കെൻഡക്കിയാണ്, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്നായിക്കോട്ടെ എന്ന്. അങ്ങനെയാണ് KFCയുടെ ഉത്ഭവം. നിങ്ങൾക്ക് അദ്ദേഹം 1009 കടകളിൽ റിജക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഗൂഗിൾ ചെയ്താൽ അറിയുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് 150-ലധികം രാജ്യങ്ങളിലായി 30,000-ഓളം ഔട്ട്ലെറ്റുകളുള്ള ബിസിനസ് സാമ്രാജ്യം 1009 പ്രാവശ്യം തഴയപ്പെട്ടു. പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ മനസ്സില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണെങ്കിലോ 5-10 പ്രാവശ്യം കൊണ്ട് തന്നെ പിൻവാങ്ങി പോയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ 50-100 പ്രാവശ്യം പിൻവാങ്ങൽ ഉറപ്പ്. 500 പ്രാവശ്യത്തിന് മേലൊക്കെ തിരസ്കാരം ഏറ്റുവാങ്ങുക എന്നുള്ളത് എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയും? അവിടെയാണ് കേണൽ സാൻഡേഴ്സൺ 1000-ലധികം പ്രാവശ്യം, 1000 പ്രാവശ്യം തള്ളിക്കളയപ്പെട്ടിട്ടും റിജക്ട് ചെയ്യപ്പെട്ടിട്ടും വീണ്ടും ശ്രമം തുടർന്നു എന്നുള്ളത്. പരാജയങ്ങളും തിരിച്ചടികളും സ്വാഭാവികം. വീണ്ടും ഉണർന്നെണീറ്റ് തുടരാനുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് നാം ആർജിക്കേണ്ടത്. ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും, ആരെല്ലാം പരിഹസിച്ചാലും, ആരെല്ലാം തിരസ്കരിച്ചാലും പോകാൻ പറയുക. കാത് കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും. ഏതെങ്കിലും വ്യക്തിയെയോ സ്ഥാപനത്തെയോ കണ്ടൊന്നുമല്ല ആരും ജനിക്കുന്നതും ജീവിക്കുന്നതും. നിങ്ങളുടെ സാഹചര്യം, വിദ്യാഭ്യാസം, പ്രായം തുടങ്ങിയവയൊന്നും നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ യാതൊരു പങ്കും വഹിക്കുന്നില്ല. മനുഷ്യന്റെ അവസ്ഥയല്ല, തീരുമാനമാണ് ഭാവി നിശ്ചയിക്കുന്നത്. സാമ്പത്തികം, കരിയർ, ബന്ധങ്ങൾ തുടങ്ങി ഏത് മേഖലയിൽ എത്ര കനത്ത പരാജയം ഏറ്റുവാങ്ങിയാലും വിജയം ആസ്വദിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് പരാജയം ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്ര പ്രാവശ്യം എന്തെല്ലാം തിരിച്ചടികളും തഴയലുകളും തിരസ്കാരങ്ങളും ഏറ്റുവാങ്ങിയാലും അവയെല്ലാം പാർട്ട് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഭാഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഉണർന്നെണീറ്റ് പൊരുതുക. വിജയികൾ പരാജയപ്പെടാത്തവരല്ല, വിജയികൾ പിന്മാറാത്തവരാണ്. ലൈക്കുകളും കമന്റുകളും പരസ്പരം ഊർജ്ജമാണ്. ലൈക്കും ഹൈപ്പ് പോയിന്റും കമന്റും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്